നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നാണ് പോരാട്ടം. CSKയും മുംബൈ ഇന്ത്യൻസും തമ്മിൽ മുംബൈ വാങ്കഡെ സ്റ്റേഡിയത്തിൽ ഏറ്റുമുട്ടുന്നു. രണ്ട് ടീമും ഇപ്പോൾ അത്ര നല്ല രൂപത്തിലൊന്നും അല്ല. MI 7-മതും CSK 8-മതും ഒക്കെയാണ്. എന്നാൽ പോലും ഇവർ തമ്മിലുള്ള പോരാട്ടങ്ങൾ എന്നും ആരാധകർക്കൊരു ആവേശമാണ്. ഈ പോരാട്ടത്തിന് ഒരുങ്ങുമ്പോൾ രണ്ട് പേരിലാണ് എല്ലാ കണ്ണുകളും. ഒന്ന് രോഹിത് ശർമ്മ, മറ്റൊന്ന് MSD. രണ്ടുപേരും കളിക്കുമോ എന്നതാണ് ചോദ്യം. ഇന്നലെ രണ്ടുപേരും നെറ്റ്സിൽ പ്രാക്ടീസൊക്കെ നടത്തിയിട്ടുണ്ട്. കളിക്കാനുള്ള സാധ്യതയുണ്ട്. ഇന്നലെ അവരുടെ ടീമിൽ നിന്ന് സംസാരിച്ചവരാരും കൺഫേം ചെയ്ത് പറയാൻ തയ്യാറായില്ല. മുംബൈ ഇന്ത്യൻസിൻ്റെ സ്പോക്സ് പേഴ്സൺ രോഹിത്തിൻ്റെ കാര്യം പറഞ്ഞത് ഇന്ന് ടോസിൻ്റെ സമയമാകുമ്പോഴേ തീരുമാനിക്കൂ എന്നാണ്. അതേസമയം CSKയുടെ ബൗളിംഗ് കോച്ച് MSDയുടെ കാര്യം പറഞ്ഞത് ഇന്ന് മെഡിക്കൽ സ്റ്റാഫും MSDയും ചേർത്ത് തീരുമാനിക്കും ഇന്ന് കളിക്കണോ വേണ്ടയോ എന്നുള്ളത്. അപ്പോൾ നമുക്ക് കാത്തിരിക്കാൻ മാത്രമേ നിർവാഹമുള്ളൂ. ഒരു കൺഫർമേഷൻ തരാൻ ടീം മാനേജ്മെൻറ്റുകൾ തയ്യാറാവുന്നില്ല. അപ്പോൾ ടീം ന്യൂസുകളിലേക്കൊന്ന് പോവുകയാണെങ്കിൽ ആദ്യം നമ്മൾ മുംബൈ ഇന്ത്യൻസിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ വിൽ ജാക്സ് സ്ക്വാഡിനോട് ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തെ കളിപ്പിക്കണമെങ്കിൽ എന്ത് മാറ്റം ഇവരുടെ ഓവർസീസ് താരങ്ങളിൽ വരുത്തുമെന്നുള്ളതാണ് ചോദ്യം. ഷർഫൈൻ റുദർഫോർഡ് ഒരു ഒബ്വിയസ് ഓപ്ഷനാണ്. നമ്പർ 7-ൽ ഷർഫൈൻ റുദർഫോർഡിനെ മാറ്റി വിൽ ജാക്സിനെ കൊണ്ടുവന്നാൽ ഓൾമോസ്റ്റ് സെയിം ബാറ്റിംഗ് ഇമ്പാക്റ്റ് ഉണ്ടാക്കാനും പറ്റും, അദ്ദേഹത്തിന് ബൗൾ ചെയ്യാനും പറ്റും. പക്ഷേ ഷർഫൈൻ റുദർഫോർഡിൻ്റെ ബാറ്റിംഗ് എക്സ്പ്ലോസീവ്നെസ് എല്ലാവർക്കും അറിയാം. അപ്പോൾ അദ്ദേഹത്തെ കളിപ്പിക്കാൻ തന്നെ തീരുമാനിക്കുകയാണെങ്കിൽ മറ്റു തരത്തിലുള്ള ചേഞ്ചുകളിലേക്ക് പോകേണ്ടി വരും എന്ന് പറഞ്ഞാൽ രണ്ട് വിദേശ സ്പിന്നേഴ്സ് അവർക്ക് വേണ്ടി കളിക്കുന്നുണ്ട്, അല്ലാ ഗസൻഫറും അതുപോലെ മിച്ചൽ സാൻഡറും. അപ്പോൾ അതിൽ ഒരാളെ പുറത്തിരുത്തേണ്ടി വരും. ഇപ്പോൾ ഹാർദിക് പാണ്ഡ്യ ബൗൾ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഒരു ഫ്രണ്ട് ലൈൻ ബൗളിംഗ് ഓപ്ഷൻ സാക്രിഫൈസ് ചെയ്ത് ബാറ്റിംഗ് ഓൾറൗണ്ടറെ ആഡ് ചെയ്യുന്നതിൽ മുംബൈ ഇന്ത്യൻസിന് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അവരുടെ ഒരു പ്രോബിൾ 12-ലേക്ക് പോയാൽ ഇതിൽ ഡാനിഷ് മലേവാറിനെ മാറ്റി രോഹിത് ഫിറ്റാണെങ്കിൽ അദ്ദേഹം വരും, അതിൽ സംശയമില്ല. അല്ലെങ്കിൽ ഡാനിഷ് മലേവാർ വരും. പ്രോബിൾ 12 നോക്കിയാൽ രോഹിത് ശർമ്മ ഒരു ഡാനിഷ് മലേവാർ, ദെൻ കിൻഡൻ ഡി കോക്ക്, സൂര്യകുമാർ യാദവ് അറ്റ് നമ്പർ 3, ദെൻ നമാൻ ദിർ, തിലക് വർമ്മ, ഹാർദിക് പാണ്ഡ്യ, വിൽ ജാക്സോ അല്ലെങ്കിൽ ഷർഫൈൻ റുദർഫോർഡോ നമ്പർ 7-ൽ, പിന്നെ മിച്ചൽ സാൻഡർ, പിന്നെ നമ്പർ 9 ഈ പറയുന്ന പോലെ ഷർഫൈൻ റുദർഫോർഡ് കളിച്ചില്ലെങ്കിൽ അവിടെ വിൽ ജാക്സ് കളിക്കും. ഇനി അതിൽ രണ്ടുപേരെയും കളിപ്പിക്കുകയാണെങ്കിൽ അല്ലാ ഗസൻഫറെ മാറ്റി വിൽ ജാക്സറെ വരുന്ന സ്ഥിതി ഉണ്ടാവും. അപ്പോൾ സംഗതി വളരെ ക്ലിയറാണ്. നമ്പർ 7-ൽ ഷർഫൈൻ റുദർഫോർഡ് കളിക്കുകയാണെങ്കിൽ നമ്പർ 9-ൽ അല്ലാ ഗസൻഫർ ആയിരിക്കും. അതല്ലെങ്കിൽ അവർ രണ്ടുപേരും ഒരുമിച്ച് കളിക്കുകയാണെങ്കിൽ അല്ലാ ഗസൻഫർ പുറത്തിരിക്കുന്ന സ്ഥിതി, അതായത് റുദർഫോർഡും വിൽ ജാക്സും കളിക്കുന്നു, അല്ലാ ഗസൻഫർ പുറത്താവും. നമ്പർ 10-ൽ ക്രിഷ് ഭഗത്, ദെൻ ജസ്പ്രീത് ബുംറ, അശ്വിനി കുമാർ ഇമ്പാക്റ്റ് സപ്പായിട്ട്. ഇതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന അവരുടെ ഒരു പ്രോബിൾസ്. അതേസമയം CSKക്ക് കുറച്ചുകൂടി തലപോക്കേണ്ടതുണ്ട്. ആയുഷ് മാത്രയ്ക്ക് പകരം ആര്? ആ ചോദ്യത്തിന് ഉത്തരം ഒരു പക്ഷേ ഉർവിൽ പട്ടേൽ എന്നായേക്കും. കഴിഞ്ഞ സീസണിൽ അവസാനം സ്ക്വാഡിലേക്ക് വന്നിട്ട് 3 ഇന്നിങ്സുകളിൽ നിന്ന് അദ്ദേഹം 68 റൺസാണ് അടിച്ചത്. അതിൽ 212.5 സ്ട്രൈക്ക് റേറ്റിലാണ് അവൻ കളിച്ചിട്ടുണ്ടായിരുന്നത്. സോ അദ്ദേഹത്തെ കളിപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ MSD മടങ്ങി വന്നാലോ? അപ്പോൾ വീണ്ടും മാറ്റങ്ങൾ വരുത്തേണ്ടി വരും. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. അങ്ങനെ വന്നാൽ ഒരു പക്ഷേ മാത്യു ഷോട്ടിനെ അവർ ഡ്രോപ്പ് ചെയ്തേക്കും. 3 വിദേശ താരങ്ങളെ മാത്രം വെച്ച് ഇറങ്ങുന്നൊരു സ്ഥിതി അപ്പോൾ ഉണ്ടാകുമോ എന്നുള്ള ചോദ്യമുണ്ട്. മാത്യു ഷോട്ടിനെ ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ബൗളിങ്ങിൽ വേണമെങ്കിൽ അവർക്ക് മാറ്റ് ഹെൻറിയെയോ അഖിൽ ഹുസൈനെയോ ഒക്കെ ഉപയോഗപ്പെടുത്താനും പറ്റും. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കൺഫ്യൂഷൻസിലായിരിക്കും CSK. അതിൻ്റെ കാരണം നല്ല രൂപത്തിലൊരു കോമ്പിനേഷൻ കണ്ടെത്തി എന്ന് തോന്നിച്ച ഘട്ടത്തിൽ ഖലീൽ അഹമ്മദിന് പരിക്ക് പറ്റുന്നു, പിന്നാലെ ആയുഷ് മാത്രയ്ക്ക് പരിക്ക് പറ്റുന്നു. അതാണ് അവരെ വലച്ച് കളഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ ഒരു പ്രോബിൾ 12 നോക്കുകയാണെങ്കിൽ സഞ്ജു സാംസൺ, ഋതുരാജ് ഗെയ്ക്വാദ്, ഉർവിൽ പട്ടേൽ, ഡേവൽ ബ്രവിസ്, സർഫറാസ് ഖാൻ, ശിവൻ ദ്യൂബെ. മാത്യു ഷോട്ട് കളിക്കുകയാണെങ്കിൽ അദ്ദേഹം കളിക്കും. ഇനി അതല്ല ധോനി വരികയാണെങ്കിൽ ഷോട്ടിനെ മാറ്റാം. ഷോട്ടിനെ മാറ്റിയാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ബൗളേഴ്സിനെ ഏതെങ്കിലും വിദേശ താരത്തെ കളിപ്പിക്കാനും പറ്റും. ദെൻ നമ്പർ 8 ജെയ്മി ഓവേർട്ടൺ, നമ്പർ 9 അൻഷുൽ കമ്പോജ്, നമ്പർ 10 നൂർ അഹമ്മദ്. അപ്പോൾ ഷോട്ട് കളിക്കുന്നില്ലെങ്കിൽ മുകേഷ് ചൗധരിക്ക് പകരം നമ്പർ 11-ൽ മാറ്റ് ഹെൻറിയോ അഖിൽ ഹുസൈനെയോ ഒക്കെ വരുത്താം. അഖിൽ ഹുസൈൻ ആണെങ്കിൽ കുറച്ചുകൂടി നേരത്തെ ബാറ്റ് ചെയ്യാനും വിടാം. അതല്ല മാത്യു ഷോട്ട് കളിക്കുന്നുണ്ടെങ്കിൽ മുകേഷ് ചൗധരി ആയിരിക്കും നമ്പർ 11-ൽ. ദെൻ ഗുർജപ്രീത് സിംഗ് നമ്പർ 12. ഇതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു പ്രോബിൾസ്. ഏതായാലും വാങ്കഡയിലെ പിച്ചാണ്, നല്ല റൺ ഒഴുകുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. ഒരു കിടിലൻ മത്സരം കാത്തിരിപ്പാണ്. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലോക്സിൽ എത്താം.